ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് LDC LGS 2024 എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അത് CPOക്ക് പഠിക്കുന്നവർക്കും ഡിഗ്രി പ്രിലിംസിന് എടുക്കുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ LD ക്ലർക്ക്, അക്കൗണ്ടന്റ്, ക്യാഷ്യർ എക്സാമിന്റെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഏതാണ്ട് 70 വരെയുള്ള GK ക്വസ്റ്റ്യൻ ചെയ്തു അല്ലെ. ഇനി നമുക്ക് അങ്ങോട്ട് 71 to 80 ആ ഒരു നമ്പറിന്റെ GK ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പം ഇതുവരെ ചെയ്ത ഇന്നും കൂടി ആയതോട് കൂടി, അതായത് ഈ ഒരു സെഷനോട് കൂടിയിട്ട് LDC, ക്യാഷ്യർ, അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു തസ്തികയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ GK പാർട്ട് കംപ്ലീറ്റ് ആവുകയാണ്. GK പാർട്ട് കംപ്ലീറ്റ് ആയാൽ ഉടൻ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 1 മുതൽ 70 വരെ അല്ലെ 80 വരെ ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ബുക്ക് ഒന്ന് വായിച്ചു നോക്കണം. പലപ്പോഴും പറയാറുണ്ട് അറിയാത്ത കാര്യം നോട്ട്ബുക്ക് എടുത്ത് എഴുതി ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ആ ബുക്ക് എടുത്ത് വായിക്കണം. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 71. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ജോൺ ഡാൾട്ടൺ, മൈക്കൽ ഫാരഡെ, റൂഥർഫോർഡ്, JJ തോംസൺ. SCRT ക്വസ്റ്റ്യൻ ആണ്. SCRT സ്റ്റാൻഡേർഡിലെ 9th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ പുസ്തകത്തിൽ അതേപടി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആരുടെയാണ്? റുദർഫോർഡിന്റെ സംഭാവനയാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക. നെക്സ്റ്റ്, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയം, അയൺ, കോപ്പർ, സിങ്ക. 150 ടോപ്പിക്സ് എന്ന് പറയുന്ന സീരീസിനകത്ത് ഉൾപ്പെടുത്തി തന്നിരുന്നതായിരുന്നു എന്ത്? ധാതുക്കളും അതിന്റെ അയിരുകളും അല്ലെ. അതിനകത്ത് നമ്മൾ പറഞ്ഞതാണിത്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയം, അയൺ, കോപ്പർ, സിങ്ക്. ഏതിന്റെയാണ്? സിങ്കിന്റെ അയിരാണ് ഏത്? കലാമിൻ അല്ലെ. സിങ്കിന്റെ അയിരാണ് കലാമിൻ. അപ്പം ഞാൻ തരുന്ന 150 ടോപ്പിക്സ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 150 ടോപ്പിക്സ് എന്നുള്ള പേരിൽ നമ്മൾ 150 ടോപ്പിക്സ് തരുന്നത് കേട്ടോ. സിങ്കിന്റെ അയിരാണ് കലാമിൻ. നെക്സ്റ്റ്, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? 18, 7, 2, 13. ഇതും SCRT പുസ്തകത്തിൽ അതേപടിയുള്ളതാണ്. 18ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ് എന്ത്? ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ ഉൾപ്പെടുന്ന ഏത് ഗ്രൂപ്പിലാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ്. ഏതൊക്കെയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ? നിങ്ങൾക്കറിയാം, ഹീലിയം, സിനോൺ, ആർഗൺ, ക്രിപ്റ്റൺ, ദെൻ നിയോൺ, റെഡോൺ. ഇവരാണ് എന്ത്? ഉത്കൃഷ്ടവാതകങ്ങൾ. അറിയത്തില്ലാത്തവർ നോട്ട് ചെയ്തോ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ ആൻഡ് റെഡോൺ. ഇതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഒന്നുകൂടി പറയാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ ആൻഡ് റെഡോൺ. ഇവരെയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ 18ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവയാണ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്? ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, കൃത്രിമ ശ്വസനത്തിന്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്സിജൻ ജ്വലനത്തിന് ഉപയോഗിക്കും, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കാറുണ്ട്, കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കും. ഇതിനകത്ത് ഓക്സിജന്റെ ഉപയോഗത്തിൽ പെടാത്തത് ഏതാണ്? ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇവിടെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു? ടാർട്രാസിൻ, കാർമോയിസിൻ, ഇൻഡിഗോ കാർമൈൻ, ഫാസ്റ്റ് ഗ്രീൻ. ഇത് ഞാൻ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി തന്നിരിക്കുന്നതാണ്. കാരണം എനിക്കറിയാം ക്വസ്റ്റ്യൻ എങ്ങനെ എവിടുന്നൊക്കെ വരും, എങ്ങനത്തൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളത്. നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് പഠിക്കണമെന്ന്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്കറിയാം ചുവപ്പ് നിറം നൽകുന്നത് ഏതാണ്? ഓഫ് കോഴ്സ് കാർമോയിസിൻ ആണ് അല്ലെ. കാർമോയിസിൻ റെഡ് കളർ നൽകുന്നു, കാർമോയിസിൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാർട്രാസിൻ ഏത് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുവാണ്? ഇൻഡിഗോ കാർമൈൻ ഏത് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുവാണ്? ഫാസ്റ്റ് ഗ്രീൻ നൽകുന്ന നിറം ഏതാണ്? കമന്റ് ചെയ്യൂ. ടാർട്രാസിൻ, ഇൻഡിഗോ കാർമൈൻ, ഫാസ്റ്റ് ഗ്രീൻ. ഇവ ഏത് കളറാണ് നൽകുന്നതെന്നൊന്ന് കമന്റ് ചെയ്തേക്കൂ കേട്ടോ. ഇത് 150 ടോപ്പിക്സ് ഇത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. നെക്സ്റ്റ്, ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? അതായത് ഭൂമി നമ്മൾ പറയില്ലേ, അതിന്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഭ്രമണം എന്ന് പറയും.
അതുതന്നെയാണ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? നേർരേഖാ ചലനം, ഭ്രമണ ചലനം, വർത്തുള ചലനം, ദോലനം. എന്താണ്? ഭ്രമണ ചലനമാണ് അല്ലെ. അപ്പൊ ഒരു വസ്തു സ്വന്തം അക്ഷത്തെ ആധാരമാക്കി കറങ്ങിയാൽ അവനെ എന്ത് വിളിക്കും? ഭ്രമണ ചലനം എന്ന് വിളിക്കും. നെക്സ്റ്റ്, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ക്വസ്റ്റ്യൻ ഇന്ത്യക്കാരൻ എന്നാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? രാകേഷ് ശർമ്മ, യൂറി ഗഗാറിൻ, കൽപ്പന ചൗള, സുനിത വില്യംസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. അത് രാകേഷ് ശർമ്മയാണ് അല്ലെ, രാകേഷ് ശർമ്മ. നെക്സ്റ്റ്, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് വിസരണം, പ്രകീർണനം, പ്രതിപതനം, ആവർത്തനം. ഇത് നമ്മളോട് PSC മിക്കവാറും ചോദിക്കുന്നതാണ്. ഫിസിക്സിന്റെ പാർട്ടിൽ മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാറുണ്ട്. അപ്പൊ ഇത് SCERT പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് എന്ത്? അപവർത്തനം എന്ന് പറയുന്നത്. അപവർത്തനം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? താപം പ്രേഷണം ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം. ചാലനം, സംവഹനം, ബാഷ്പീകരണം, വികിരണം. ചാലനം ഒരു താപപ്രേഷണ രീതിയാണ്. സംവഹനവും വികിരണവും എന്താണ്? താപപ്രേഷണ രീതികളാണ്. ഇതിനകത്ത് ഏതാണ് താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത്? അത് ബാഷ്പീകരണം എന്നുള്ളതാണ് അല്ലെ. SCERT ആണ് കേട്ടോ, ഇത് SCERT ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? കാറ്റ്, തിരമാല, പെട്രോൾ, കൽക്കരി. അപ്പൊ നിങ്ങൾക്ക് ഈ പാരമ്പര്യവും പാരമ്പര്യേതരവും ഓർത്തു വെക്കാൻ ഞാനൊരു കാര്യം പറയാം. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പൂർവികര് സമ്പാദിച്ചിട്ടു അല്ലെ. പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്തുക്കളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന വസ്തുക്കളാവാം. അതായത് വീട്, സ്ഥലം, അങ്ങനെയുള്ളത് നമുക്ക് പാരമ്പര്യമായിട്ട് തരും. അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും സ്വർണവോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? പാരമ്പര്യമായിട്ട് തരും. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് വീടും സ്ഥലവും പറമ്പും ഒക്കെ തന്നു. നമ്മൾ കുഴിമടിയന്മാരായി നമ്മൾ ജോലിയൊക്കെ ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ പതുക്കെ പതുക്കെ വിറ്റ് വിറ്റ് തിന്നാൻ തുടങ്ങും അല്ലെ. അങ്ങനെ വിറ്റ് വിറ്റ് തിന്നുമ്പോ എന്ത് ചെയ്യും? പാരമ്പര്യമായത് കിട്ടിയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. ഇനി സ്വർണ്ണമൊക്കെ ആണെങ്കിലും നമുക്ക് തന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ചുമ്മാ ഒന്ന് ഗസ് ചെയ്താൽ മതി കേട്ടോ. വലിയ സംഭവമൊന്നുമല്ല. നമുക്കൊരു 50 പവന്റെ സ്വർണം പാരമ്പര്യമായിട്ട് നമ്മുടെ മുത്തശ്ശി തന്നു. മുത്തശ്ശിയുടെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ നമുക്ക് തന്നു. അമ്മയൊന്നും നശിപ്പിച്ചില്ല. പക്ഷെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് എന്ത് ചെയ്തു? അത് തീരുവാണ്. അപ്പൊ പാരമ്പര്യമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിച്ചു വരുന്തോറും അത് തീർന്നു പോകുന്ന ഓർക്കുക. അപ്പൊ ഈ തന്നിരിക്കുന്നതിനകത്ത് ഉപയോഗിക്കും തോറും തീരുന്നത് ഏതൊക്കെയാ? പെട്രോളും കൽക്കരിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും. അപ്പൊ അത് പാരമ്പര്യ ഊർജ സ്രോതസ്. പാരമ്പര്യേതരം, പാരമ്പര്യ അല്ലാത്തതാണ് ഇത് കാറ്റും തിരമാലയും. അപ്പൊ ഇതിനകത്ത് കാറ്റും തിരമാലയുമാണ് എന്ത്? പാരമ്പര്യേതര ഊർജ സ്രോതസ്. അപ്പൊ നോക്കിയേ, ഓപ്ഷൻ A 1 and 2 അല്ലെ. സോ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ ഇവിടെ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഈ 10 ക്വസ്റ്റ്യനും നോക്കൂ, SCERT പുസ്തകത്തിൽ നിന്ന് അതേപടി പകർത്തിയതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആറ്റത്തെ പറ്റി പഠിക്കുമ്പോഴും കെമിസ്ട്രിയെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് SCERT പഠിക്കുന്നതാണ്. ചുമ്മാ ഒരു റാങ്ക് ഫയലും ഒക്കെ എടുത്ത് വെച്ച് വെറുതെ സമയം കളയേണ്ട ഒരു കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നമുക്ക് മനസ്സിലായില്ലേ SCERTയിൽ നിന്നാണ്. അപ്പോൾ SCERTക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ SCERT പഠിക്കുക. പറ്റുമെങ്കിൽ പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ നോട്ട്സ് എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ പാർട്ട് കണ്ടു. ഫിസിക്സിൻ്റെ പാർട്ട് എന്ത് തന്നെ ചോദിച്ചിരിക്കുന്നത്? SCERT പുസ്തകം അതേപടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ പറഞ്ഞു വരും പിള്ളേരെ SCERT പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട്. അത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളിലേക്ക് അത്രത്തിൽ തലയിലേക്ക് വന്ന് കയറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് സമയം കുറവാണല്ലേ, കൺഫർമേഷനൊക്കെ ഏതാണ്ട് വരാറായിട്ടുണ്ട്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റേതായ തീവ്രതയിൽ പല പിള്ളേരും ചിലരിങ്ങനെ കൺഫർമേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിക്കുന്നവരാണ് എപ്പോഴും നല്ലവ. നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് റിവിഷൻ ടെസ്റ്റും റിവിഷനും ഉണ്ടാകും ലെച്ചൂസ് എഡ്യൂട്ടിപ്സിലൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പം പഠിച്ചു പോവുക. അത് കഴിഞ്ഞ് ഞാൻ പറയും റിവിഷൻ ടെസ്റ്റ് നമ്മൾ നടത്തും. ആ സമയത്ത് ഞാൻ പറയും ഏതൊക്കെ പോർഷൻസ് ആണ് എന്നുള്ളത് നിങ്ങളോട് പറയും. അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സാം നടത്തുന്ന ഒരു രീതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യം കുറേ ടോപ്പിക് അങ്ങ് പഠിച്ചു പോകാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അത് ഡെയിലി ആ ഒരു സെഷൻ ഡെയിലി 10 ഞാൻ ഇടുന്ന ഓരോ ക്ലാസ്സും 10 ക്വസ്റ്റ്യൻ കണ്ടുപോകുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം
നമ്മുടെ ഭാഗ്യത്തിന് സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടിയാലോ, എന്താണെങ്കിലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് തന്നെ ആൻസർ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നേടാനും അതുവഴി നിങ്ങൾക്കൊന്ന് സെക്യൂർ ആകാനുമായിട്ടും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. താങ്ക്